ഇന്ന് ഒരു ഞായറാഴ്ച വൈകുന്നേരമാണ്. എന്നത്തെയും പോലെ ഞങ്ങൾ രണ്ടുപേരുടെയും സൈക്കിൾ എടുത്ത് ഇറങ്ങി. വെറുതെ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റി വരും. ഞങ്ങളിനി ഈ കോമ്പൗണ്ട് മുഴുവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനിടയിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടി. ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയൊരു കാര്യം, ഞാനും മോനും കൂടെ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു ആൺമയിൽ റോഡ് ക്രോസ് ചെയ്തു. ഇവിടെ ഒരുപാട് മയിലുകളുണ്ട്. അതിൽ ഒരു നല്ല പീലിയുള്ള നല്ല ഭംഗിയുള്ള ഒരു ആൺമയിൽ റോഡ് ക്രോസ് ചെയ്യായിരുന്നു. ഞാൻ അതിൻ്റെ പിറകെ വെറുതെ സൈക്കിളൊന്ന് വെട്ടിച്ചു. ആ വെട്ടിച്ച അതേ സ്പീഡിൽ എൻ്റെ മുന്നിൽ ഒരു കാറ് വരുന്നുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണോ സൈക്കിളിനെ വെട്ടിച്ചത് അതേ രീതിയിൽ തന്നെ ആ കാർ എന്നെ വെട്ടിച്ചു. മീൻസ് ഒരു ക്രോസ് ആക്സിഡന്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ ആക്ച്വലി അത് ആ സംഭവം കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലെ ആൾക്കാരെ കണ്ടപ്പോൾ ആ വണ്ടി വന്നതിനേക്കാൾ കൂടുതൽ എന്താ പറയുക, ഉള്ളിൽ ഒരു ഗൂസ് ബംസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഫീൽ വന്നു. കാരണം അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരായിരുന്നു. ഇവിടെ കുറച്ച് നാളെ ഇവിടുന്ന് പോയ ഒരു ചേച്ചി, അവരുടെ ഹസ്ബൻഡ്, അങ്ങനെ അപ്പോൾ അവരെ കണ്ടു. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങളിങ്ങനെ അവരോട് സംസാരിച്ചു, വന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി നല്ല ഭംഗിയുള്ള കാലാവസ്ഥ. ചെറുതായിട്ട് ചെനമിനന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയും അതേപോലെ സൈക്കിളും എല്ലാം ഒരു പ്രത്യേകതരം മൂടെന്ന് പറയില്ലേ, അങ്ങനെ പോയി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഒരു സാഹചര്യമൊക്കെ? മീൻസ് ഞങ്ങളുടെ ക്ലൈമറ്റ് എങ്ങനെയാണ്, ഞങ്ങളുടെ ഫുഡ് പാത്ത് എങ്ങനെയാണ്. ചുറ്റും കാടാണ് കേട്ടോ, ഒരുപാട് മരങ്ങളുണ്ട്, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാക്കിങ്ങിന് പോകുമ്പോഴും സൈക്ലിങ്ങിന് പോകുമ്പോഴും ഒക്കെ പ്രത്യേക രസമാണ്. ഇങ്ങനെ കാണാൻ തന്നെ ഡെയിലി കണ്ടാലും നമുക്ക് മടുക്കില്ല. ഞാനിവിടെ വന്നിട്ട് തന്നെ ഇപ്പോൾ ഒരു വർഷത്തോളമായി. എന്നിട്ടും എത്ര കണ്ടാലും മടുക്കില്ല. രാവിലെ നടക്കുമ്പോഴാണെങ്കിലും ശരി, വൈകുന്നേരം ഈ സൈക്ലിങ്ങിൻ്റെ സമയത്തും വളരെ ഇഷ്ടമാണ് ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ പോകാൻ. അതുപോലെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഐസ്ക്രീം കഴിച്ചു. ഐസ്ക്രീം കഴിക്കുന്നത് അത് അതിലും വലിയ രസമായിരുന്നു. അത്ര നേരം ചനുമിനന്നെ ചെറുതായി പെയ്തിരുന്ന മഴ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി, ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി കയറുമ്പോൾ തന്നെ കുറച്ച് കൂടുതലായിരുന്നു. വേഗം ഞങ്ങൾ ഷെഡിൻ്റെ ഉള്ളിൽ കയറി. ഷെഡ് എന്നല്ല പറയുക, നമ്മൾ ഈ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻറ്റ് പോലെ ഉണ്ടാക്കി വെക്കില്ലേ, അതിൻ്റെ അടിയിൽ കയറി ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. നല്ല മഴയിലായിരുന്നു ഐസ്ക്രീം കഴിച്ചിരുന്നത്. പ്രത്യേക രസമാണ് കേട്ടോ, വേറൊരു തരം രസമാണ്. അപ്പോൾ ഐസ്ക്രീം ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരുന്നു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിരുന്നത്. അവന് ഞാനൊരു കാര്യം പഠിപ്പിച്ചിരുന്നു. അത് ഞാൻ അപ്പോൾ പറയാൻ പറഞ്ഞില്ല, പക്ഷെ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞതിൻ്റെ ആ സന്തോഷത്തിൽ അവനത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതായാലും ഓക്കെ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ, ടേക്ക് കെയർ.